ആഴ്ചമൂടെ കല്യാണ പേരും കഴിഞ്ഞേക്കാണല്ലോ. അപ്പൊ ആ പേരും പറമ്പോയി അങ്ങനെ ഇട്ടാ പറ്റൂല. അതായത് ഓര് വെക്കണം. എന്തൊക്കെ എന്നോട് പറഞ്ഞിട്ട് കാര്യം? മൂത്ത കാരണോലില്ല അവിടെ, ഓനോട് ചെന്ന് പറഞ്ഞാളാ. ഏതായാലും അതൊക്കെ ഞാൻ മറന്നേക്കണു. അത് എനിക്ക് വേണ്ടി 2 വരി ഞാൻ പാടിത്തരാം. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. എന്താ ബീസോൾക്ക്? ഓളേ പറ്റാത്തത് തിന്നിട്ടൊന്നല്ല, ഓൾക്കേ ഉണ്ടാവണ സോക്കടാണ്. പ്രഗ്നൻസി ആവാനുള്ള ഏറ്റവും നല്ല ഏജ്, അത് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പറയുകയാണെങ്കിൽ നമ്മൾ 20 മുതൽ 30 വയസ്സ് വരെയുടെ ഇടയിലാണ് ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ആവാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏജ്. ഇജിപ്പത്തിനെ അവിടെ തുടക്കുന്നുണ്ട്. ആ പണിക്കാരത്തി പെണ്ണുണ്ടല്ലോ അവിടെ, ഓള് വന്നിട്ട് ഓള് തുടച്ചോളൂ. എന്നോട് ഡോക്ടർ ഇളകരുത് എന്ന് പറഞ്ഞല്ലേ. ഇവിടെ ആകെ ഈ ചർത്ത് കിടക്കുകയാണ്. എനിക്കിത് കണ്ടിട്ട് സഹിക്കണില്ല. ഓള് വരുമ്പോഴേക്കിനേ കുറെ നേരമാവും. എന്തേലും ആയിട്ടുണ്ടെങ്കിലേ നമ്മളെന്നെ വിഷമിക്കേണ്ടി വരും. ഞാൻ അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ട് കുത്തക്കുണ്ട്. ഇത് ഇളകിച്ചിട്ടേ അങ്ങനെ പോകുന്നില്ല. ഞമ്മക്കിപ്പോൾ വയസ്സ് കാലത്ത് ഒരു കുട്ടി ഉണ്ടാവണ്ടേ, അതിൻ്റെ ബേജാറും പപ്രാളൊക്കെ നമുക്ക് ഉണ്ടാവും. പണ്ടേ കതിയമൂനെ കുഞ്ഞുമോൻ കുട്ടി ഉണ്ടാവുന്ന കാലത്തും ഞാൻ അങ്ങനെ തന്നെ. നിങ്ങളെ ഇതിങ്ങനെ ആലോചിച്ചാണ് നിങ്ങളെ സൂക്കട് കൂട്ടണ്ട. ചിപ്പളേ പച്ചമീൻ കൂട്ടാൻ വെച്ചാ ചെമ്മീൻ പൊടി ഇത്തിരി മാങ്ങി കൊണ്ടുവന്നാലേ ഒരു സമ്മതി അരച്ചാണ്ട് ചോറിനാച്ചിട്ടാണ്. അതേടി, ഞാൻ അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴേ കൂടുന്നേരുണ്ട്. ആ മായമുട്ടിയാപ്പിള എന്താ പോണേ? ആഹാ കൃഷ്ണ, ഞാനേ ഇവിടെ അരിനെല്ലുണ്ടായിരുന്നു. അതിന്റെ അടിയൊക്കെ ഒന്ന് നേരാക്കിയപ്പോഴേ ഇതാ ചോട്ട് മുഴുവനും പരന്നെടുക്കാണ്. ഓരോ പണി കഴിഞ്ഞ് വയ്ക്കണു. അപ്പം വൃത്തിയാക്കിയായി. ആ അത് മായമുട്ടിയാപ്പിളെ എല്ലാ പെരയത്തെ അവസ്ഥ തന്നെയാണ്. കുട്ടികളാണ് വെട്ടിട്ട് കൊണ്ട് പോകും, പിന്നെ നമ്മള് വേണം ശരിയാക്കാം. അല്ല എത്ര പോയി വൈക്ക് പ്രത്യേകിച്ച് ഇപ്പൊ എന്തിയാ? മായമുട്ടിയാപ്പിള നിങ്ങൾ അറിഞ്ഞുകൂടാവോ, ഞാൻ പെണ്ണിന്റെ കല്യാണേ ഞാനും മെമ്പറും നിങ്ങൾ കാരണവരെ അബ്ബാസും കൂടി പോയി ഉറപ്പിച്ചൊക്കെ പോകുന്നു. അബ്ബാസാ ഓൻ അവിടൊക്കെ പോയാ നേരം ഉണ്ടായി. എളാപ്പാന്റെ അടുത്തേക്കേ വേറെ നേരം കിട്ടിയില്ല ഓനോണ്. ആ ഇന്റെ ഇപ്പൊ പോകുന്നല്ലേ മായമുട്ടിയാപ്പിളെ, അത് കുഞ്ഞുമോനും ഓനും കമ്പനി അല്ലേ, അങ്ങനെ പോയതാണ്. അല്ല ആ പോയത് പാരാ? അത് മറിയാമ്മൂന്റെ അമ്മേ 2 ദിവസം വിരുന്ന് എന്നാണ്. അല്ല എന്നിട്ടിപ്പോ എന്നൊക്കെ ഉറപ്പിച്ചു? അതിപ്പോ അടുത്ത മാസം 12-ാം തീയതിയാണ്. അത് പറയാൻ വേണ്ടിട്ടാണ് പോകുന്നത്. അല്ലടാ ഇജ്ജ് കേറുന്നില്ലേ? അല്ല ഞാൻ കേറുന്നില്ല, എനിക്ക് ഞാജനോടും രാഘവന്റെ ഒക്കെ ഒന്ന് കറക്കണം. അല്ല നമ്മളെ കുട്ടീന്റെ കല്യാണക്കാരി ഇപ്പൊ എന്തായി? കല്യാണൊക്കെ 1.5 ആട്ടം പേരുണ്ട്. പെൺകെട്ടിയർക്ക് അത് തന്നെ പണി. പക്ഷെ ഞമ്മക്ക് ഒക്കണില്ല ഒന്നും. എന്റെ പെണ്ണിന്റെ കല്യാണം തന്നെ ഇപ്പൊ കൊറേ വൈകിച്ചുകണം. ഒത്തു വരികയാണ് ഞങ്ങൾ കൊടുത്താളേ. ഞമ്മക്ക് അങ്ങനെയാണെന്ന് കെട്ടിച്ചാക്കാൻ പറ്റൂല. ഞമ്മളേ സ്ഥിതി പനക്കറിയാലാ. പഴയ കാലത്തെ നമ്മളെ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആൾക്കാരാണ്. അതിന് തരപ്പറ്റിയത് വരുമ്പോൾ ആണ് കെട്ടിച്ചു കൊടുക്കും. പറ്റ കേസാണെങ്കിൽ കെട്ടിച്ചു കൊടുത്താളേ. കുട്ടികളെ കാര്യമാണ്, ഓർക്ക് ഏത് സമയത്താ ഓരോ സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റൂല. ഇന്റെ കുട്ടികൾക്ക് ആ ജാതി തോന്നലും സ്വഭാവം ഒന്നും മാറൂല. അത് ഞാൻ അങ്ങനെ വളർത്തിയിട്ടുണ്ട്. എന്നാ ഞാനത് പോട്ടെ. നിങ്ങൾ കുട്ടികളും പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് നാളത്തെ തന്നെ വരണം കേട്ടോ. മുഹൂർത്തം 9-നും 10-നും ഇറക്കാട്ടോ. അൽബിയെ ജാ ഇവിടെ കേറിക്കോ. ഇമ്മോ കാക്കണ്ട അവിടെ? ആ അവിടെ കടക്കണുണ്ട്. ഇവിടെ ഉണ്ടോ? ഓനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എത്ര കുൽസുവിന്റെ അർത്ഥാനം. ഞാൻ ഇന്നാള് വിളിച്ചപ്പോ ഊരവേദന അറിയുന്നുണ്ട്. പേദണ്ടാ? ആ ഊരവേദന ഒക്കെ പേദം തന്നെയാണ്. അല്ലടാ പെണ്ണ് പഠിച്ചാൻ പോയടുത്തുനിന്ന് പിന്നെ വന്നീനാ? ഓളിപ്പോ പോയിട്ട് ഒരു 3 മാസല്ലേ ആയിട്ടുള്ളൂ. ഓള് വരണമെങ്കിൽ ഒരു 6 മാസം കഴിച്ചും താത്ത. ഞാൻ ഏതായാലും കാക്കാനെ വിളിച്ചിട്ട് അവിടെ ഇരിക്കേ. അതിലെ കഴിഞ്ഞ മാസത്തെ പൈസ തന്നിട്ടില്ല. പെണ്ണുങ്ങള് വാടക വിട്ടായിട്ട് ചീത്ത പറഞ്ഞിട്ട് വെച്ച ഇജ ഒന്ന് പെട്ടെന്ന് കൊണ്ടട്ടോ. ആ കാക്കാ ആ സുഖാണ്. അൽബിയെ അനക്കും കുൽസൂനും കൂടി നമ്മൾ ആഴ്ചമൂൻ്റെ ഒന്ന് പോയി വന്നൂടെന്നോ? ഞാൻ നബീസും കൂടി പോയിരുന്നു. നിങ്ങൾ ആരും വന്നിട്ടില്ല എന്ന് ഓൾ എന്നോട് പറഞ്ഞത്. എന്തൊക്കെ ആഴ്ചമൂന്റെ വർത്താനം? ഒക്കെ അവിടെ സുഖം തന്നെ അല്ലേ? സുഖം തന്നെയാണ്. ഇജ്ജയിലൊന്ന് പോകുന്നു ഞാൻ വിചാരിച്ചിരുന്നു. മയമുട്ടി ഏതായാലും പോകൂല. ഓനിപ്പോ ആ കല്യാണം നടത്തിയ എന്നോടൊന്നും മുണ്ടിയിട്ടും കൂടി ഇല്ല. എന്നോടിപ്പോ ഈറടിച്ചടക്കാണ്. മയമുട്ടി അവിടെ പെരിയിൽ വന്നിരുന്നു. നമ്മളാ തറവാടൊക്കെ ഒന്ന് ഓരിച്ച് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്.
ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ എന്റെ അഭിപ്രായം? ഓനത് കുറെ മുന്നേ തുടങ്ങിക്കൊണ്ടല്ലോ ഓരിയൊക്കെ ആഴ്ചയും അവിടെ പാർട്ടിയുന്ന സമയത്ത് തന്നെ ഈ വർത്താനം പറഞ്ഞുകൊണ്ട് പല വട്ടം ഓളോട് തിരക്കൊക്കെ കൂടിയതുമാണ്. ഞാൻ പിന്നെ അതൊക്കെ അറിയായല്ല. ഞാൻ അതിന് പതാരം പിടിച്ചാൻ പോയാലേ ആന്ധ്രമാരും കാരന്മാരും തച്ച് പിരിഞ്ഞു എന്ന് നാട്ടുകാർ പറയും. അത് വെച്ചിട്ടാണ് ഞാൻ മുണ്ടാതിരുന്നത്. ബാപ്പല്ലാത്ത സ്ഥിതിക്ക് മുന്നിൽ ഇറങ്ങിക്കൊന്നാണ് ചെയ്തു കൊടുക്കുക. എന്നാ പിന്നെ അതാണ് കഴിഞ്ഞിട്ടുമല്ലോ. എന്നാ പിന്നെ ആ തലവേദന ഉണ്ടാവില്ല. ഇങ്ങൾക്കൊക്കെ ഇപ്പൊ അങ്ങനെ ഓരിയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി കൂടി കണ്ടിട്ട് ഓരിയക്കാം. ഞാൻ എന്നെ പറ്റി മുന്നിൽ ഇറങ്ങണം എന്നൊന്നുമില്ല. അനക്കും ഇറങ്ങാം, മൈമുട്ടിക്കും എല്ലാവർക്കും ഇറങ്ങാം. ആധാരം എന്റെ പേപ്പറുകളൊക്കെ ക്ലിയറാണ്. പിന്നെ ഇപ്പൊ 10 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ. ഏക്കർ കണക്കിന് സ്ഥലമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടായിരുന്നു. അതൊക്കെ ഞമ്മള് മക്കളാളും പാപ്പിയൊക്കെ പാടെ തൊലിച്ചു പോയില്ലേ. എന്നാ അങ്ങനെ ചെയ്യാം. ഞാൻ എന്നാ മാമൂട്ടിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. ഓനിപ്പോൾ എന്തായാലും തൃപ്തി കുറവൊന്നും ഉണ്ടാവുമല്ലോ. അല്ല, എൻ്റെ ആധാരം ഇപ്പം ആരുടെ അടുത്താണ്? എൻ്റെ അടുത്ത് തന്നെ അല്ലേ? ആധാരമൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ ശരിക്കും പാത്ത് വെച്ചേക്കണം. ഞാനൊരു കാര്യം ചോദിച്ചാൽ ആ അസംകുട്ടിയാക്കാൻ്റെ ചെക്കനോടൊന്ന് അളക്കാൻ പറയാം. ഓന് വലിയ തിരക്കാണ്. അപ്പോൾ ഡേറ്റ് എപ്പോഴാണ് കിട്ടുമെന്ന് ചിലപ്പോൾ എനിക്ക് ഞാൻ വിവരം തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് വന്നാൽ മതി. മനേട്ടാ, നിങ്ങൾ ഇതവിടെ കൊടുത്താൽ മതി. ഡിസ്ചാർജ് ചെയ്യുമ്പോ ഓരെന്തേ അഡ്ജസ്റ്റ് ആക്കി തരും. ഇനി എന്റെ നമ്പർ നിങ്ങളെ കണ്ടല്ലോ. എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ചോളി. ആയിക്കോട്ടെ. എന്തോടെ കിടക്കണു? ഒന്നുമില്ലാക്ക, മണിയേട്ടനെ ഇന്നൊന്ന് കാണണം എന്നറിയുന്നു. നമ്മളെ ഹോട്ടലിലെ മണിയാ? ഓനിപ്പോ എന്താ അന്വേഷിച്ച കാര്യം? അവന്റെ കുട്ടിയെ ആസ്പത്രിയിലാണ്. അപ്പൊ ആ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ഒരു കത്ത് തരുവോ ചെയ്യാണ് വന്നത്. അപ്പൊ അതൊന്ന് എഴുതി കൊടുത്താണ്. എന്നാ ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. അല്ല, മോളൊരു കല്യാണ കേസിന്റെ അടുത്ത് വന്നിരുന്നല്ലോ. ആ, അതാ ബാങ്കറിനല്ലേ? അത് എൻ്റെ അടുത്ത് വന്നീന്നാ. അത് പുതിയ പണക്കാരാണ് ഈ കാരം. ഞമ്മക്ക് ശരിയാവില്ല. അത് നിങ്ങൾ ഒഴിവാക്കല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി നല്ല അന്വേഷിച്ചു. നല്ല കുടുംബമാണത്. ചെക്കന് ചെറിയൊരു പ്രയാസമുണ്ട്. അത് വെച്ചിട്ട് തന്തൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ആ, അതുപോലെ വന്നപ്പോ ചെറുക്കനെ ഞാൻ കണ്ടപ്പോ തന്നെ ഇച്ച് മനസ്സിലായി ഓനൊരു 10 പോയിന്റ് കുറവുള്ള മാതിരി ഓനെ കാട്ടിക്കോട്ടിലുണ്ടപ്പോ. അതുകൊണ്ടൊന്നും ബേജാറാണ്ട മാമുട്ടാക്ക. ഓനെ ബിസിനസ്സൊക്കെ കൊണ്ടെടുക്കുന്ന ഓനാണ്. ബാപ്പ ഇങ്ങനെ കൈകാര്യം നോക്കണുണ്ടെന്നുള്ളൂ. ഓ ചെറുപ്പത്തിലൊന്ന് പേടിച്ചതാണ്, അല്ലാതെ ഒരു കുഴപ്പമില്ല. ഏതായാലേ ഞാൻ ഒന്ന് അന്വേഷിച്ചാട്ടെ. നമുക്കത് അന്വേഷിക്കാൻ ആളുണ്ട്. ഇപ്പൊ ഞമ്മളെ മാതിരി ഏക്കറക്കിന് സ്വത്തും കാര്യമൊന്നേ ഉള്ള ആൾക്കാരല്ലോ അല്ലേ. ഇപ്പൊ ഉണ്ടായ പണാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മാമുട്ടാക്ക, ഈ പെണ്ണിന് 10-25 വയസ്സായില്ലേ. ഓളെ താഴെ ഇനി 2-3 കുട്ടികളില്ല നിങ്ങൾക്ക്. നിങ്ങളിങ്ങനെ വാശി പിടിച്ചിട്ടാണ് അതൊന്നും മുടക്കാൻ നിൽക്കല്ലേ. ഞാനേ ഞമ്മക്ക് തോളകരൊക്കെ ടീം വേണം. ഇപ്പൊ ഈ കുറച്ച് പുതിയ കായുണ്ടായിക്കാണ്ടേ ഈ വലിയ പോലെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓൾക്കിന്റെ കൂടെ ഞാൻ കടിച്ചു കൊടുക്കൂല. ഞാൻ നിങ്ങൾ കണ്ട മാതിരി ചെയ്താളേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നല്ല കുടുംബമായിരുന്നു. ഓന് പഞ്ചായത്തിലെ പണി എന്റെ പെങ്ങക്കാരും കല്യാണം ഉണ്ടാക്കി. ഇപ്പൊ മോക്ക് ഉണ്ടാക്കുകയാണ്. എന്താ എന്റെ മട്ടം. എടോ, ഈ വാർഡ് വിഭജനം കൊണ്ട് കുടുങ്ങി. അന്നെ പേര് വാർഡ് കാട്ടിയിട്ടുണ്ട്. ഞാൻ പഴയ വാർഡ് തന്നെ അല്ലേ. നമ്മളോട് മറ്റേ വാർഡക്ക് മാറ്റിയിരിക്കണ്. 1 കിലോമീറ്റർ പോണപ്പോ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ല, അന്റെ പേരന്റെ അവിടെ വാലാക്കി തിരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇന്റെ പേരന്റെ സൈഡ് കൂടി പോകണ്ടല്ലോ കൈത്തോട്. അതാണ് ഇപ്പൊ അതിരാക്കി തിരിച്ചേക്കുണ്ട് പുതിയ വാർഡിന്റെ. അതാ മെമ്പറെ കളിയാണ്. ഇന്റെ കുടുംബത്തിൽ 10-16 വോട്ടുണ്ടല്ലോ. ആ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഓനക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം എന്ത് ചെയ്ത് ഓനക്ക് കിട്ടൂല എന്ന് ഓനക്കറിയാം. അപ്പൊ നമ്മളാണ് തട്ടിയതാണ്. അല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് ഓനക്കോട് മത്സരിച്ചാൻ പറ്റുമോ? നമ്മളെ വാർഡ് പെണ്ണുങ്ങളെ വാർഡാവൂലേ? പെണ്ണുങ്ങളെ വാർഡായ ഓൻ കഴിച്ചിലായി. ഓന്റെ വാപ്പ കെട്ടി വിടുന്ന എളാമണ്ടല്ലോ, എളാമാനാണ് നിർത്തും. അതിനൊക്കെ ഇപ്പൊ സ്ഥാനാർത്ഥിക്ക് നിർത്തുവോ? ഇത്ര വയസ്സുണ്ട് പൈന്. ആ, അത് എനക്ക് അറിയാത്തോണ്ടാണ്. മെമ്പറാണുള്ളത് സൈസ്. ഇതിനെ മുന്നേക്ക് നിർത്തിക്കാണ്ട് ഓൻ തന്നെ ഭരിച്ചൂലേ. കാക്ക 2 ചായ. മണിയെ 2 ചായ എടുക്കട്ടാ. എന്താ പോയി വൈക്ക്? ഇവിടെ എന്തായാലും പറമ്പ് എന്തായാലും കൊണ്ടോ? ഞങ്ങള് ആ ബീരാങ്കാന്റെ ഒരു പെങ്ങളുണ്ടല്ലോ ഇവിടെ താമസിക്കണോ, ആ പേരൊന്ന് നോക്കാൻ വേണ്ടി വന്നാണ്. അത് കൊടുക്കാന്ന് പറഞ്ഞു കേട്ടു. ആ പേരൊക്കെ ഒരു പൊളിഞ്ഞാടാനായ പേരാണല്ലോ. നിങ്ങൾക്ക് അത് പറ്റിയോ? അത് പെരക്കൊന്നല്ല കാക്ക, ഒരു കണ്ണായ സ്ഥലമാണ്. നല്ലൊരു പ്ലോട്ടാണത്. ഞങ്ങൾ അതിനു വേണ്ടി വന്ന. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒരു 10-15 സെന്റില് അതേമാതിരിയുള്ള സ്ഥലം ഏതെങ്കിലും കിട്ടാനുണ്ടോ? കാക്ക, ഇവിടെ ഒന്നാണ് ഒരു അടിപൊളി സ്ഥലമുണ്ട്. എന്നാ നോക്ക. അല്ല, എവിടെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലം? അതൊക്കെ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ സംസാരിച്ചിരുന്ന സ്ഥലം ഉണ്ടല്ലോ, അയിമ പോയി കുടുങ്ങല്ലിട്ടാ. അതിന്റെ പേപ്പറൊക്കെ ക്ലിയർ ആണെന്നുള്ള എന്നോട് പാർട്ടിക്കാർ പറഞ്ഞത്. പേപ്പറൊക്കെ ക്ലിയർ ആണ്. അത് 4 മക്കള് 4 സ്വഭാവമാണ്. ഓല തല്ലും പൊടി അയിമൊന്നും ഒഴിവാകണില്ല. അതിലേറെ നല്ലത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഭൂമി നോക്കണ്ടാണ്. ഏതായാലും നിങ്ങൾ പറഞ്ഞത് നന്നായി. ഞമ്മക്ക് ചുറക്കം പറക്കം നിൽക്കാനാവില്ല.
അതുകൊണ്ട് ഒഴിവാക്കാം. നിങ്ങളിപ്പോ അത് പോയിട്ട് അഡ്വാൻസ് എന്തെങ്കിലും കൊടുത്തോ? ഞമ്മക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ടോക്കണൊന്നും കൊടുത്തിട്ടില്ല. കൊടുക്കാത്തത് നന്നായി. ഞങ്ങൾ അത് വിട്ടാലേ നല്ല സ്ക്വയറിൽ 15 സെന്റ് സ്ഥലത്തിന്റെ അടുത്ത്. ഞാൻ ആ ടീമിനായിട്ട് ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. നിങ്ങളെ നമ്പറും തരി. അല്ലാക്കാ നമ്മൾ ആഴ്ച മുമ്പ് വന്നേക്കണോ? അല്ല ഓള് വരാതെ നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ഓള് രാവിലെ വന്നേക്കണു. ഓളെ മോനെ മറ്റേ പഞ്ചായത്തേക്ക് പോയപ്പോൾ ഇങ്ങോട്ട് ആക്കി കൊടുത്തതാണ്. ഓൾക്ക് വൈകുന്നേരത്തിന് പോവും വേണം, അളിയാങ്കാട് ഒറ്റക്കാണെന്നൊക്കെ ഓൾക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അളവൊക്കെ ഒരു വൃത്തിയാണ്. ഞാൻ എന്നാൽ കുറവുണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ എവിടെ അളന്നാലും കമ്മി വരലാണ്. ഉത്സവന്റെ സ്ഥലം അളന്നപ്പോ കാശിന്റെ കമ്മിയും. എങ്ങനെ ഇപ്പൊ അത് കുറയണു? നമ്മളെ ചുറ്റോറും മതിലൊക്കെ കെട്ടി അതിരിട്ടതല്ലേ. അത് അങ്ങനെ കുറയൊന്നുമില്ല. അതൊക്കാലത്ത് ബാപ്പാനെ പേടിച്ചിട്ട് ആരും ഒഴിഞ്ഞേ അതിൽ കൊത്തിടിച്ചൂല. ആധാരൊക്കെ പണ്ട് എടുത്താണല്ലോ. ഇജതൊക്കെ നോക്കിക്കണം. ബാപ്പ റേസർ കൊടുക്കാത്ത വല്ല ആധാരം ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്തുകൂടെനോ? ചിലപ്പോ അങ്ങനെ വല്ല ഭൂമി 10 സെന്റ് 5 സെന്റൊക്കെ ഉണ്ടാവും ചിലതേ. വല്ലതും അപകടത്തിൽപ്പെട്ടാലേ നോക്കണീപ്പോ എന്താ കുഴപ്പം? ദത്തമാൻകുട്ടി ജി പറയേണ്ടത് ബാപ്പ വിറ്റ മുതലേ ആരെങ്കിലും റേസർ വാങ്ങാതെ ഇങ്ങനെ ഉത്തർക്കുവോ? ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതാണ് തിരിച്ചു കൊടുക്കണ്ടേ, അല്ലാതെ അത് വാരി കൂട്ടാൻ നമുക്ക് പറ്റുമോ? അവിടെ കുറെ പഴയ അടിയാധാരത്തിന്റെ ഒക്കെ ഫോട്ടോ കോപ്പി ഉണ്ട്. അതിലിപ്പോ തെരഞ്ഞപ്പോ ആകെ ആധാരമുള്ളത് ആ 10 സെന്റ് ഉണ്ട് ഈ ഭൂമിന്റെ ഉള്ളൂ. ആ ആധാരങ്ങളൊക്കെ വെച്ച് മാണിങ്ങൊന്ന് തെരഞ്ഞോക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കാണ് വാരി കുടിച്ചത്. ഞാൻ വെറുതെ ചോദിച്ചത് അച്ഛ വാരി പിടിച്ചാൽ മതി. ചായ ആക്രാന്തോട്ട് ചെയ്യാനും ബാപ്പാക്ക് അക്കാലത്തെ കുറെ ഭൂമി ഉണ്ടായിരുന്നാണല്ലോ. ആകെ ഇപ്പൊ ഈ 10 സെന്റിലുള്ള ബാക്കി. ഇപ്പൊ മക്കൾക്കായിട്ട് വേറൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ സംശയം ചോദിച്ചിനിപ്പോ എന്താ? ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങനെ ഇതാക്കണം. അപ്പൊ ഇതിന് ബാപ്പ ഉണ്ടാക്കിയ മുതലേ ബാപ്പ അന്ന് കാളൂട്ടും നായാട്ടും ആയിട്ട് കുറെ പൈസ തൊലിച്ചു പോയി. അതിനിപ്പോ നമ്മള് മക്കളെത്താ കാട്ടണു ഉള്ളത് ഓരിയൊക്ക. പിന്നെ എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, ആ അധികാരിനെ അടിച്ച കേസ്, അതിനെത്ര പൈസ ബാപ്പ നാസാക്കിക്കണു. അതൊക്കെ ഇതിന്ന് പോയതാണ്. അന്ന് എനിക്കിപ്പോ ഓർമ്മ ഉണ്ടാവൂല. അന്നേ ഇച്ചും വേണ്ടി ഞാൻ ചെയ്തല്ലേ, കുടുംബത്തിനും വേണ്ടി ചെയ്താണ്. നിങ്ങളൊക്കെ പേടിത്തൂടല്ലേ ഇന്നാ ഇവരൊക്കെ ബാരമ്പത്തിൽ കാര്യം മണ്ടായിരുന്നു. അപ്പൊ രണ്ടും തന്നെ നാട്ടുകാരടി നമുക്ക് നിലയും പെരിയുണ്ട്, പേരും പെരുമയുണ്ട്. ഇപ്പൊ എന്നെ കണ്ടപ്പോയി ഒന്നിങ്ങനെ താളമടി കുത്തിച്ച് കണപ്പം നടക്കണ്ട്. അന്നത്തെ ആ പേടിയാണ്. പൊന്നാര മൈമുട്ടേജ പണ്ടത്തെ വല്യർത്താനം പറഞ്ഞ് നടക്കണ്ട. ഏക്കര കണക്കിന് സ്ഥലം ഉണ്ടായതും ബാപ്പ അങ്ങനെയൊന്നും അതൊന്നും ഇപ്പൊ പറയാനില്ല. 10 സെന്റ് സ്ഥലം എന്റെ ബാപ്പാക്കുള്ളൂ. നിങ്ങൾ അതും ഇതും പറഞ്ഞിക്കാട് നേരം കഴിച്ചില്ലേ? നമ്മളെ വന്ന കാര്യത്തിൽ കിടക്കി ഇതുവരെ ആഴ്ചുമ്പോ അവിടെ പാർക്കുണ്ടെന്നുള്ളതൊക്കെ നീണ്ടുപോയിരുന്നു. ഇനിയിപ്പോ അതിനൊരു തീരുമാനത്തിട്ട് നമ്മൾ തീരാ. ദത്ത അൽബി അത് ഓരിയൊക്കെ അത്ര വലിയ പാടി. 10 സെന്റ് സ്ഥലല്ലേ, അത് 4 ഓരിയാണ് വെക്കുക. പിന്നെ വേറെ ഒന്നും ചോദിച്ചാലല്ലോ. ദത്ത അജ്ജി പറയേണ്ടത് 4 ഓരി വെക്കാനാ? അത് പെണ്ണോരെയാണോ ഇന്നും വേണ്ടേ? മൈമുട്ടിയെ ഞമ്മക്ക് ആകെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ. നമുക്ക് ഞാൻ പറഞ്ഞ മാതിരിയാണ് ശരിയല്ല നല്ലത്. അങ്ങനെയാണെങ്കിലേ ഇന്നത്തെ രണ്ടാമതാണ് കൊടുത്താളി. എനിക്ക് ആ കണക്കോല കിട്ടണം. എന്താ ജി പറഞ്ഞത്? ഇന്റെ മുതൽ നോക്കി കൊടുക്കേ കാക്ക, എനിക്കും വേണം ആ കണക്കിന് കിട്ടുക. നിങ്ങളെ എന്തായാലും അഭിപ്രായം അങ്ങനെയാണെങ്കിലേ ഞാൻ അതിന് എതിർക്കണമെന്നില്ല. ഓൾക്ക് പെണ്ണോര് തന്നെ കൊടുക്കുക. ആഴ്ച ഏടി ഇവിടെ വന്നാ എന്താക്കാ എന്നോട് കാര്യം പറയണ്ടായിരുന്നു. നിക്ക പോവല്ലേ എടി, നമ്മളാ മുതലേ 4 ആൾക്കും തുല്യമായിട്ട് ഊരിയൊക്കെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ ഇവർക്ക് 2 ആൾക്കും അത് തട്ടിക്കൂടാ. ഓർക്ക് ആണോരി വേറെയും പെണ്ണോരി വേറെയും ആക്കണം എന്നാണ് പറയേണ്ടത്. എത്താപ്പ എന്റെ അഭിപ്രായം? അത് അങ്ങനെ തന്നെയല്ലേ കാക്ക ചെജ്ജ. പെണ്ണൂര് അയച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഓൾക്ക് പറഞ്ഞു കേട്ടില്ലേ? ഓൾക്ക് കുഴപ്പമില്ല, അനക്കാണ് കുഴപ്പം. നിങ്ങൾ ഈ മുതലിനെ ചെല്ലേ ഇനി തിരക്കൂടണ്ട. ഇനി എങ്ങനെ വെച്ചാണ്ട് ഓരി വെച്ചാള്. ഇന്റെ ഓരി മൈമൂട്ടി കണ്ടു കൊടുത്തോണ്ടോ ഓനല്ലേ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. ദത്താഴ്ച ജി പറയേണ്ടത് എന്റെ സ്വയ ഇഷ്ടത്തിന് തീരുമാനം എടുക്കാപ്പ എനിക്ക് പറ്റുമോ? ഇതൊരു കെട്ടിച്ചോടത്തല്ലേ. എന്റെ മാപ്പിളിനോടൊന്ന് ചോദിച്ചണ്ടേ? എന്റെ മുതലാണെങ്കിലും മൂപ്പര് പറയാതെ എനിക്ക് ആങ്ങളെക്കാണ് കൊടുക്കാൻ പറ്റുമോ? കാക്ക ഞാൻ ഈ കാര്യത്തിന് പോരറിഞ്ഞപ്പോ അളിയാങ്ക അറിഞ്ഞോ മുതൽ ഇനി ഏറ്റിച്ച് പോരന്റെ കണ്ട് മൈമുട്ടിക്കല്ലേ പെൺകുട്ടികളെ കെട്ടിച്ചാള് ഓന് കൊടുത്തോണ്ടെന്ന് പറഞ്ഞു. ഓ എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലേ അങ്ങനെ ചെയ്താൽ ഇപ്പൊ അതിനിപ്പോ ആ ഒരു ഇറങ്കോലും ഇടണമൊന്നുമില്ല. നബീസുവാ ചോറോ കഞ്ഞി എന്തെങ്കിലുമൊക്കെ എടുത്തുടടി എല്ലാവർക്കും. ആഴ്ചമ്മ ഇന്ന് പോകണ്ടേടി? ഞാൻ ഒന്ന് പോവാടാ, അളിയാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നിട്ട് എന്നെ 100 വട്ടം വിളിച്ചേക്കണം. ആഴ്ചമ്മ കല്യാണം കഴിഞ്ഞ ദിവസം ഞാൻ വന്നിട്ടില്ല. ഞാൻ നാളാണ്ട് പേരന്റ്. നിങ്ങൾക്ക് എപ്പോഴും വരാലോ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളൊന്ന് ചോട്ട് വെക്കിയിട്ടില്ലാണ്ട്. ആഴ്ചമ്മോ ഞാനും കുളിച്ചും കൂടി വകാതാണ്ട് പേരന്റ് ഓളെ ഒഴിവിനനുസരിച്ച്. കാക്കേ നിക്കാൻ എവിടെ ഉണ്ട് പറഞ്ഞ് പോയതാണ്. നമുക്ക് തുള്ളി ചായ വെള്ളം എടുക്കട്ടെ, കുറെ നേരമായില്ലേ വർത്താനം തുടങ്ങിയിട്ട്. ചായയും വെള്ളമൊന്നും മാണ്ടടി. ഞാൻ ഇന്നലെ കാക്കാന്റെ പെരീന്നേ എന്നോടിച്ച് കുറച്ച് വർത്താനൊക്കെ പറയണമെന്നിങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പറയാൻ പറ്റിയ സമയമല്ല. ഞാൻ അപ്പം അതെങ്ങോട്ട് പോകുന്നത്. ഞാനേ ഇന്ത്യത്ത് ഒരുപാട് വർത്താനത്തിൽ എഴുതിയിരിക്കണം. എന്നോട് ഞാൻ വല്ല കടുത്ത രൂപത്തിൽ വർത്താനം പറഞ്ഞപ്പോൾ
അതൊക്കെ ചോദിച്ചു പൊരുത്തപ്പെട്ട് തരണം കേട്ടോ. എൻ്റെ ആങ്ങളാന്ന് എനിക്ക് പറയാം. പഠിച്ചോനെ ഇച്ചിപ്പോൾ മനസ്സ് വെച്ചും കൊണ്ടിരിക്കുക. ഞാൻ അപ്പം തന്നെ അത് മറന്നേക്കണ്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയും കൊണ്ടല്ലേന്നോ. ഇന്നലെ അന്തിക്കേ ഒരു പോളെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പം മറിയാമ്മ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ തിരിഞ്ഞ് പറഞ്ഞു കിടക്കണം. ഇച്ചിപ്പോ എൻ്റെ അടുത്ത് വന്നിക്കാണ്ടേ എന്നെ കണ്ട് ഭർത്താനം പറഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സൊക്കെ സമാധാനമായത്. അല്ലടി ഈ പണ്ടൊക്കെ ഇപ്പോൾ അളിയാനൊക്കെ ഉണ്ടാക്കി തന്നെയാണ്. ഇതൊക്കെ മൂപ്പര മരിച്ച താത്താൻ്റെ പണ്ടാണ്. ആ വെച്ച് തന്നതാ. ഇതൊക്കെ കൂടി എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 10-40 പണ്ടം മേലുണ്ടാവണം. 60 അക്ക. വലിയനൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഞാൻ എടുത്തതാണ്. പിന്നെ നമ്മളെ പെണ്ണിൻ്റെ കല്യാണേ ഒരു കൂട്ടർ വന്ന് കണ്ട് പറ്റിപ്പോയിക്കണു. അതെ ഇവിടുത്തെ മോനെ പറഞ്ഞു നിന്നോട്. ബാങ്കർക്കാരെ ഓൻ്റെ അടുത്തേക്ക് അന്വേഷണത്തിന് പോയിക്കേണ്ടത് മോൻ എന്നെ കണ്ടിരുന്നു. അപ്പോൾ ഓലെ പെണ്ണിനെ കെട്ടിച്ചപ്പോഴേ 75 പാവം കൊടുത്തേക്കണല്ലോ. അത് കേട്ടപ്പോൾ എൻ്റെ പള്ളിയിലൊന്ന് കാളി. ആക്ക് പണ്ടത്തെ കാലത്തല്ല അക്ക. ഇപ്പൊ ആരും അത്ര ഒന്നും കൊടുക്കൂല. 10-15 കൊടുക്കും ഏറിയത്. എടി എന്നാലും നമ്മളെ അവസ്ഥക്ക് അനുസരിച്ച് ഒരു 25 കൊടുക്കണ്ടേ. അത് കുറച്ച് കൊടുക്കാനൊരു മോശത്തരല്ലേ. അതിന് ഓളെ മേത്ത് കുറച്ചൊക്കെ ഉണ്ടല്ലോ. അത് തട്ടി കൂട്ടിയാലേ ഒരു 5-6 പാവം ഉണ്ടാവും. ഇന്നാലും ആണ് 10 രൂപേൻ്റെ പണ്ടം. ഇന്റെ സ്ഥിതിയൊക്കെ ഇപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എങ്ങനെ ഇപ്പൊ അത് ഒപ്പിച്ചാന്ന് പിച്ചൊരു പുസ്തുമില്ല. അല്ല മറിയമ്മൂന്റെ ആങ്ങളാരെന്തേലും തരൂലേ? അവിടെ ഒന്നും ഇല്ലടി. അവിടുത്തെ കാര്യമൊക്കെ കട്ടപ്പോവുകയാണ്. ഏതായാലും എന്റെ കട്ടക്കാല അവിടുത്തെ പറയാൻ മതി. അതിന് മമ്മൂട്ടിയെ ബേജാറാവൊന്നും വേണ്ട. ഞാൻ അളിയങ്ങയും കൂടെ കല്യാണത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അളിയാക്ക പറഞ്ഞിരുന്നേ മമ്മൂട്ടിന്റെ കുട്ടീനെ കെട്ടിച്ചപ്പോൾ ഒരു 10 പാവം കൊടുക്കണമെന്ന്. ഇവിടുന്ന് ഒരു 10 പാവം കണക്കൂട്ടിക്കോ. അൽഹംദുലില്ലാ കേടം മനസ്സിലായത്തായി. മമ്മൂട്ടി അതിന് തോന്നിയതാവും. ഇവിടെ ഇപ്പം പെൺകുട്ടികളൊന്നും കെട്ടിച്ചാളില്ലല്ലോ. പിന്നെ മമ്മൂട്ടിയെ എന്നോട് ചെറു കാര്യം പറയാനുണ്ട്. നമ്മളെ പേരെ പൊളിച്ചാണെങ്കിലേ ഇപ്പം ഇരുന്ന് ഞാൻ ചാരു കസാരല്ലേ അതൊന്നും വെച്ചിട്ട് കൊണ്ടുവന്ന് തരുമോ? മാത്രം മതി. പൊന്നാര മക്കളെ, പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. ഓൾക്ക് മൂക്കത്ത് സുണ്ടിണ്ടെന്നുള്ളൂ. ആങ്ങളാരോടൊക്കെ സ്നേഹം ഉണ്ടാവും. ഓലോട് ആണ്ടും കൊണ്ട് തട്ടിക്കീരി ഒന്ന് വർത്താനം പറയുമ്പോൾ ഓല എന്തേലും ഇങ്ങോട്ട് ചാടി പറയും. അതിന് നമ്മൾ ആങ്ങളാരൊന്ന് താന്നു കൊടുത്താൽ മതി. ഇന്നൊന്നും സംഭവിച്ചില്ല. ഇപ്പം കണ്ടില്ല ഈ പെങ്ങളും ആങ്ങളിനെയും എല്ലാ കുറ്റങ്ങളും പറഞ്ഞിരുന്ന ആങ്ങളക്കാണുള്ള മുതൽ മുഴുവൻ കൊടുത്തത്. ആ സ്നേഹം എന്നും എല്ലാ കുടുംബത്തിലും ആങ്ങളും പെങ്ങളും ആയിട്ടൊക്കെ ഉണ്ടാവട്ടെ. അതാണ് ഈ വീരാങ്കാക്ക് പറയാനുള്ളൂ.